നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നാം ഓരോരുത്തരും അനുസ്മരിക്കുക. ഇന്നേ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഫരിസേയരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. സ്നേഹമുള്ളവരെ, സാബത്ത് യഹൂദരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കർത്താവ് തങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാനുള്ള ഒരു ദിവസം. ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിച്ച കർത്താവിന് നിരന്തരം നന്ദി അർപ്പിക്കുന്ന ഒരു ജനതയായിരുന്നു യഹൂദർ. അതിനാൽ തന്നെ സാബത്താചരണം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അതേ ദിവസം യാതൊരു തരത്തിലുള്ള പണികളും ചെയ്യാൻ പാടില്ല എന്ന ഒരു നിയമം അവരുടെ ഇടയിലുണ്ട്. സാബത്തിൽ പ്രധാനമായും പ്രാർത്ഥനയിലായിരിക്കണമെന്നാണ് പറയുക. അങ്ങനെയുള്ള ഒരു ദിവസം ഇവിടെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുകയായിരുന്ന യേശുവും ശിഷ്യന്മാരും, അതിൽ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ ഗോതമ്പ് കതിരുകൾ പറിച്ച് കയ്യിൽ തിരുമ്മി അത് കഴിച്ചു എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, ഭക്ഷണം കഴിച്ചതല്ല ഇവിടെ അവർ നിയമലംഘനമായിട്ട് പറയുക, മറിച്ച് ആ കതിരുകൾ പറിച്ച് അവരുടെ കയ്യിൽ വെച്ച് തിരുമ്മി അത് കഴിച്ചു. നിയമാവർത്തനം 23:25 പ്രകാരം കൊയ്ത്ത ഇരുവാൾ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ ഇവർ ആ നിയമത്തെ വളച്ചൊടിച്ച് യാതൊരു തരത്തിലും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ പാടില്ല എന്നൊരർത്ഥത്തിലേക്ക് അത് കൊണ്ടുവന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്ത നടപടി ശരിയായില്ല എന്ന രീതിയിൽ അവർ യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്. നിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ എന്താണ് ഈ കാണിക്കുന്നത്? സാബത്തിൽ നിഷിദ്ധമായ ഒന്നാണ് അവർ ചെയ്യുന്നത് എന്ന ബോധ്യം അവർക്കില്ലേ എന്ന് അവർ എടുത്തു ചോദിക്കുന്നു. എന്നാൽ യേശുനാഥൻ അവർക്ക് നൽകുന്ന മറുപടി എന്താണ്? 1 സാമുവേൽ 21-ാം അധ്യായത്തിലെ ദാവീദ് രാജാവ് സാവൂളിനെ പേടിച്ച് ഒളിച്ചോടുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ദാവീദിനും അനുചരന്മാർക്കും വിശന്നു. അവർ നോബിൽ പുരോഹിതനായിരുന്ന അഹിമെലെക്കിൻ്റെ അടുത്ത് പോയി, താങ്കളുടെ കയ്യിൽ എന്താണ് ഉള്ളത് അത് തങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ഒരു 5 അപ്പമെങ്കിലും എടുത്തു തരിക എന്ന് ആ പുരോഹിതനോട് അവർ ആവശ്യപ്പെടുമ്പോൾ, യഹൂദരുടെ ഒരു രീതിയായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം 12 ഗോത്രങ്ങളെയും പ്രതിനിധീകരിച്ച് 12 അപ്പങ്ങൾ ദൈവത്തിന് കാഴ്ചവെക്കുക എന്നുള്ളത്. അത് ബലിപീഠത്തെങ്കിൽ വയ്ക്കും. അത് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കുവാൻ അനുവാദമുണ്ടായിരുന്ന അപ്പമാണ്. അതിൽ നിന്നാണ് 5 അപ്പം ദാവീദ് ചോദിക്കുന്നത്, തനിക്കും തൻ്റെ അനുചരന്മാർക്കും വിശപ്പകറ്റുവാൻ വേണ്ടി. അവ ആകെ തളർന്നു പോയിരിക്കുന്നു എന്ന് ദാവീദിന് അറിയാമായിരുന്നു. സാവൂൾ തന്നെ വധിക്കുവാൻ പദ്ധതിയിട്ട ആ നിമിഷം മുതൽ അവർ ഓട്ടത്തിലാണ്. തങ്ങളുടെ ആ ഒളിച്ചോട്ടത്തിനിടയിൽ പലപ്പോഴും ഭക്ഷിക്കുവാൻ പോലും ഒന്നും ലഭിക്കാതിരുന്ന ദാവീദിനും അനുചരന്മാർക്കും ഒരു നേരത്തെ വിശപ്പടക്കുവാൻ മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് പുരോഹിതൻ അഹിമെലേക്കിനോട് ഇങ്ങനെ 5 അപ്പം ആവശ്യപ്പെട്ടത്.
അദ്ദേഹം പല കണ്ടീഷനുകളും അവിടെ പറയുന്നുണ്ട്. നിന്റെ അനുചരന്മാർ സ്ത്രീകളിൽ നിന്നും അകന്നിരുന്നവരാണോ? അവിടെ ദാവീദ് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഞങ്ങൾ യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്ത്രീകളിൽ നിന്നും അകന്നിരിക്കുന്നവരാണ്. സാധാരണ യാത്രയിൽ പോലും തൻ്റെ അനുചരന്മാരുടെ കയ്യിലുള്ള പാത്രങ്ങൾ ശുദ്ധിയുള്ളതായിരിക്കും. ഇന്നേ ദിവസം അത് പ്രത്യേകിച്ചും വളരെ ശുദ്ധിയുള്ള പാത്രങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ധൈര്യമായി തന്നെ നിനക്ക് ആ അപ്പം ഞങ്ങൾക്ക് നൽകാം എന്ന് ദാവീദ് പറയുമ്പോൾ അത് അവരുടെ വിശപ്പകറ്റും, അവരുടെ ജീവൻ രക്ഷിക്കും എന്ന ബോധ്യം ആ പുരോഹിതന് കടന്നു വന്നപ്പോൾ അതുവരെ എഴുതപ്പെട്ട നിയമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചു. ആ നിയമങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തന്നെ 5 അപ്പം എടുത്ത് ദാവീദിനും അനുചരന്മാർക്കുമായിട്ട് നൽകുകയാണ്. ആ ഒരു സംഭവം വിവരിച്ചുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ന്യായീകരിക്കുക. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യം, സാബത്ത് എന്നുള്ളത് അത് മനുഷ്യന് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി സാബത്തിനെ നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുക. സാബത്തിൽ പ്രാർത്ഥനയും ഭക്ഷണവുമെല്ലാം ഒരുപോലെ ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഭക്ഷണം പോലും ലഭിക്കാതെ വിശന്ന് വലഞ്ഞപ്പോഴാണ് ശിഷ്യന്മാർ ആ ഗോതമ്പിൻ്റെ കതിരുകൾ പറിച്ചു കഴിക്കുന്നത്. അവർ ഭക്ഷണം കഴിച്ചത് സാബത്ത് ലംഘനമല്ല, മറിച്ച് അവർ ചെയ്ത പ്രവൃത്തിയാണ് അവർ വിമർശിക്കുക. അവർ കയ്യിലിട്ട് തിരുമിയത് പോലും വലിയൊരു ജോലിയായി കണക്കാക്കിക്കൊണ്ട് അവർ കർത്താവിനെ വിമർശിക്കുകയാണ്. പ്രിയമുള്ളവരെ, പല അവസരങ്ങളിലും സാബത്ത് ലംഘിക്കുന്നതിൻ്റെ പേരിൽ യേശു വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ നിമിഷമെല്ലാം യേശുനാഥൻ എന്താണ് പറയുന്നത്? മനുഷ്യനോട് പിതാവായ ദൈവം ചെയ്യുന്ന കരുണയെ പ്രതി ഈ സാബത്ത് ലംഘനമല്ല എന്നാണ് പറയുക. ഇവിടെ മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ് എന്ന് പറയുമ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പിതാവായ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല നിയമങ്ങളും നമ്മൾ അനാവശ്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് നന്മ ചെയ്യുന്ന കാര്യത്തിൽ. എന്നാൽ കർത്താവ് പറയുന്നു, മനുഷ്യന് വേണ്ടി നിങ്ങൾ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഴുതപ്പെട്ട പല നിയമങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ടി വരും. നീ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ നിയമങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നീ പേടിക്കേണ്ട കാര്യമില്ല. അത് കർത്താവിന് സ്വീകാര്യമായ ഒന്നാണ് എന്ന് തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സാബത്താചരണം എന്ന് പറയുന്നത് വെറും ഒരു കുർബാനയിൽ ഒതുങ്ങുന്ന ഒന്നാണ്. ഞായറാഴ്ച കൃത്യമായി ഞാൻ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എൻ്റെ സാബത്ത് ആചരണം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണയും അത് തന്നെയാണ്. എല്ലാ ഞായറാഴ്ചയും കൃത്യമായി പള്ളിയിൽ പോയാൽ എൻ്റെ സാബത്ത് ആചരണം കഴിഞ്ഞു. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്നത്, അവിടെ നിൻ്റെ സാബത്താചരണം ജസ്റ്റ് ആരംഭിച്ചത് മാത്രമാണ്. നിൻ്റെ സാബത്താചരണം പൂർണ്ണമാകണമെങ്കിൽ അന്നേ ദിവസം നിനക്ക് എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമാണ് നിൻ്റെ സാബത്താചരണം നീ പൂർത്തീകരിക്കുകയുള്ളൂ. അല്ലാതെ ഞായറാഴ്ച കുർബാനയിൽ മാത്രം സംബന്ധിച്ചതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും സാബത്താചരണം പൂർത്തിയാകുന്നില്ല. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ സാധിക്കുന്ന ഏതൊരവസരവും അത് കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. എൻ്റെ മുമ്പിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിക്ക് എന്നിലൂടെ എന്ത് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും? ഞാനത് ചെയ്തു കൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ സാബത്താചരണമായിട്ട് മാറുക. പ്രിയമുള്ളവരെ, പല പുരോഹിതന്മാരും പറയുന്ന ഒരു കാര്യമാണ്, സാബത്ത് ദിവസം ഞായറാഴ്ച എനിക്ക് കൃത്യമായി കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, കാരണം എൻ്റെ ഭവനത്തിൽ 2 പേര് കിടപ്പ് രോഗികളാണ്. അവരെ ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്നില്ല. രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ച 2 പേരും മലമൂത്ര വിസർജ്യത്തിൽ കുളിച്ച് കിടക്കുന്നതായിരിക്കും. അവരെ ഒന്ന് കുളിപ്പിക്കണം, അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കണം, അവർക്ക് വേണ്ട പരിചരണം കൊടുക്കണം. അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
എനിക്ക് കൃത്യമായി പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയൊരു അനുഭവം ഒരു വ്യക്തി പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാപത്താചരണം എന്ന് പറയുന്നത് ആ 2 വ്യക്തികളെ പരിചരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ഒരു പക്ഷേ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് ആ 2 പേരെ കൃത്യമായി പരിചരിക്കുമ്പോഴായിരിക്കും. യാതൊരു മടിയും കൂടാതെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ആ 2 വ്യക്തികളുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുമ്പോൾ, അവ മലമൂത്ര വിസർജനം നടത്തി എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, അത് അവരുടെ അവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അവർക്ക് മറ്റൊന്നും സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് വേണ്ടി യാതൊരു പരിഭവമില്ലാതെ, യാതൊരു മടിയുമില്ലാതെ, യാതൊരു അറപ്പുമില്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കുവാൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും അനുഗ്രഹദായകമായ നിമിഷം. തീർച്ചയായും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹം ആ വ്യക്തിക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഞാൻ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്തില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. കർത്താവ് അവിടെ ആഗ്രഹിക്കുന്നത് എന്താണ്, അതാണ് നീ പ്രവർത്തിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ഓരോ സാബത്തും കർത്താവ് വിഭാവന ചെയ്യുന്നത് അങ്ങനെയാണ്. വിശുദ്ധ കുർബാനയിൽ മാത്രമല്ല, മറിച്ച് എൻ്റെ ഓരോ പ്രവർത്തനങ്ങളും കർത്താവിന് ഇഷ്ടമുള്ളതായി മാറുമ്പോഴാണ് ഓരോ സാബത്താചരണവും അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്രകാരമാണ് മറ്റൊരു വ്യക്തിയെ സഹായിക്കുവാൻ സാധിക്കുന്നത്, മറ്റൊരു വ്യക്തിയെ ഞാൻ എങ്ങനെയാണ് പരിചരിക്കുന്നത്, എൻ്റെ കുടുംബത്തിലുള്ളവരോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, എൻ്റെ കുടുംബത്തിലുള്ളവരോട് വേണ്ടത്ര സ്നേഹം ഞാൻ കാണിക്കുന്നുണ്ടോ, എൻ്റെ മാതാപിതാക്കളോട് സഹോദരങ്ങളോട് എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഞാൻ പെരുമാറുന്നത്. അവരൊരു ആവശ്യം പറയുമ്പോൾ അവരുടെ മുമ്പിൽ ഇല്ല എന്ന് മറുപടി പറയാനാണോ ഞാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന രീതിയിലാണോ നമ്മൾ സംസാരിക്കാറുള്ളത്? പലപ്പോഴും വെട്ടിമുറിച്ച രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും പറയാറുണ്ട്. ചിലപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയുമ്പോൾ അതുമൂലം മുറിയപ്പെടുന്ന ഒത്തിരിയേറെ മനസ്സുകളുണ്ട് എന്ന് തിരിച്ചറിയുക. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സാപത്താചരണം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തണമെങ്കിൽ മനുഷ്യ സ്നേഹിയായിട്ട് മാറുക, മനുഷ്യന് നന്മ ചെയ്യുക. കർത്താവ് എപ്രകാരമാണോ നമ്മോട് കരുണ കാണിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കുക. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ് ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു. കർത്താവിൻ്റെ സാപത്ത് നാം ഓരോരുത്തരും ആചരിക്കേണ്ടത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളിൽ കൂടിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരം കർത്താവിന് വേണ്ടി നന്മ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.